പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ടേ. നമ്മുടെ സ്വഭാവം എന്താണെന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഇല്ലേ, ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് ചോദിക്കുന്നത്. നിൻ്റെ സ്വഭാവം എന്താണെന്ന്. ലുക്കാ 9:55 സമരക്കാരെ വഴിവിടാതിരുന്നപ്പോഴേ അപ്പോസ്തലന്മാർ ക്ഷുഭിതരായി. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, അവന്മാരുടെ തലയിൽ ഇടുത്തി വീഴാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ലേ, അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ. ലുക്കാ 9:55. അപ്പോൾ ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സ്വഭാവം എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് ആത്മാവാണ് നിങ്ങളെ നയിക്കണത്? ബൈബിളിലെ ആത്മാവും സ്വഭാവത്തിന് ആത്മാവാണ്. ഏത് ആത്മാവ് നയിച്ചാൽ ആ സ്വഭാവം ഉണ്ടാവും എന്ന് പറയും. ദുഷ്ടാത്മാവ് നയിച്ചാൽ ദുഷ്ടസ്വഭാവം ഉണ്ടാവും. അതാണ് സംഭവം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. സ്വഭാവവും ആത്മാവിൻ്റെ ഫലമായിട്ടാണ് സ്വഭാവത്തെ ബൈബിൾ കാണുന്നത്. അതുകൊണ്ടാണ് സമരക്കാർക്ക് ഇടുത്തി വീണ് ചാകാൻ ഞങ്ങളെ കൽപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ പറയും, എന്ത് സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കും. കൃപയെ അന്വേഷിക്കുമ്പോൾ, അനുഗ്രഹത്തെ അന്വേഷിക്കുമ്പോൾ അടിസ്ഥാനപരമായി ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്? അനുഗ്രഹം ലഭിക്കാനായാലും ശരി, കൃപ ലഭിക്കാനായാലും ശരി, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, അമ്മയാണ് അല്ലെങ്കിൽ അപ്പനാണ്. ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രഷറിന് മരുന്ന് കഴിക്കണം. അത് ഒന്നെങ്കിൽ മകളുണ്ടെങ്കിൽ മകളെടുത്ത് തരും, അല്ലെങ്കിൽ മരുമകളുണ്ടെങ്കിൽ മരുമകളെടുത്ത് തരും എന്ന് വിചാരിച്ചാൽ മതിയേ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം മകളെടുത്ത് തരാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കൂളായിട്ട് പോയി എടുക്കും. ഒരു ദിവസം മരുമകളെടുത്ത് തരാൻ മറന്നുപോയി, നമ്മൾ കൂളായിട്ട് പോയി എടുക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് സ്വഭാവം. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ സ്വഭാവത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ചോദിക്കും, ഈ മകളെടുത്ത് തരാതിരുന്നപ്പോൾ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം മരുമകൾ അത് തന്നെ തെറ്റ് തന്നെ മരുമകളെ ചെയ്തിരിക്കണത്. പിന്നെ അവളുടെ എന്തിനാണ് മുടിക്കുത്തി പിടിക്കാൻ പോണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് സ്വഭാവമാണ് നിന്നെ നയിക്കണത്? ഈ സ്വഭാവം വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പാടായിട്ട് വരും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തെ പൗത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ക്രിസ്മസിന് ഒരുങ്ങാനുള്ള ചോദ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്ത് സ്വഭാവമാണ് നമ്മളെ നയിക്കുന്നത്? ലുക്കാ 9:55 വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഓരോ വിഷയവും വരുമ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴേ കർത്താവ് നമ്മളോട് ചോദിക്കും, മോളെ നീ ഉടമ്പടി എടുത്തല്ലേ, മകനെ നീ ഉടമ്പടി എടുത്തല്ലേ, സ്റ്റിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്തരൂപിയാണ് നിന്നെ നയിക്കുന്നത്? അവിടെ ഉടമ്പടിയുടെ പുരോഗമനം നമ്മുടെ സുവിശേഷപരമായ സ്വഭാവ രൂപീകരണമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ അതാണ് സംഭവം. വചനം സ്വാംശീകരിച്ച് കഴിയുമ്പോൾ വചനത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റാണ് ഉള്ളത്. വചനത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റാണ് ഉള്ളത്. അതിൻ്റെ ശക്തീകരണം പോലെ തന്നെയാണ് അതിൻ്റെ വിശുദ്ധീകരണം വരണത്. ഇപ്പം യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. അത് വെള്ളത്തിൽ കൊണ്ടുപോയി ബ്ലീച്ചിങ് പൗഡർ ഇടണ പോലെയാണ്. വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധമാകും. ഇതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ വചനം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ശുദ്ധമാകും. അതിനാണ് ഈ വചനം കേൾക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ വചനം വളരെ സീരിയസ് വിഷയമാണ്. അത് സ്വഭാവത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സ്വഭാവം വിശുദ്ധീകരിക്കപ്പെടും, വചനം സ്വീകരിക്കുന്നതനുസരിച്ച് കൊണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ പ്രഷറിൻ്റെ മരുന്നെടുത്ത് കൊടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ച അമ്മച്ചിയോട്, അമ്മച്ചി മകളെടുത്തപ്പോൾ അമ്മച്ചിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എടുത്ത് തരാതിരുന്നപ്പോൾ എന്തിനാ അമ്മച്ചി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പറയാം, അച്ഛാ അതെ അവളിപ്പോൾ 1-2 പ്രാവശ്യമില്ല, ഇപ്പോൾ 3-4 പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെ കാണിക്കണത്, ഞാൻ പ്രശ്നം ചത്തുപോകണം അവൾക്ക് അതാണ് ഇഷ്ടമെന്ന് പറയും. അതാണ് അവർ പറയണത്. അപ്പോൾ 1-2 പ്രാവശ്യം കാണിച്ചെന്നാണ് പറയണത്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഒരു തെറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 1-2 പ്രാവശ്യം ആദ്യം തെറ്റ് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കും. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. വീണ്ടും തെറ്റ് ആവർത്തിക്കും, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രത്യാശിക്കും, അവൾ നന്നാവുമെന്ന് വിചാരിച്ചുകൊണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കണ സ്നേഹമാണ് പ്രത്യാശ. കാത്തിരിക്കണ സ്നേഹമാണ് പ്രത്യാശ. അവൾ നന്നാകുമെന്ന് വീണ്ടും ആവർത്തിച്ച് തെറ്റ് വരുമ്പോൾ വീണ്ടും നമ്മൾ പ്രത്യാശിക്കും, അവൾ നന്നാകും എന്ന് പറയുമ്പോൾ എന്താണ്? കാത്തിരിക്കണ സ്നേഹം. ഈ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ കാത്തിരിക്കുന്ന സ്നേഹം വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയാണ് സൗമ്യത ഉണ്ടാകണത്. സൗമ്യത ഇല്ലേ? അമ്മ അട്ടടയന്മാർ പെറ്റതറിയാൻ വന്നപ്പോഴേ വേറെ ആരും വന്നില്ലല്ലോ. അപ്പം പറഞ്ഞിട്ട് അപ്പനും വന്നില്ല, സ്വന്തം അമ്മയും ഇല്ല, അപ്പനും ഇല്ല, അന്യനാട്ടിൽ വഴിയരി കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോഴേ അമ്മ കാണിച്ചത് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുമ്പോഴും കാത്തിരിക്കാൻ നിനക്ക് റെഡിയാണെങ്കിൽ നിനക്ക് ദൈവവേദന കൃപയും കിട്ടും, അനുഗ്രഹം കിട്ടും. നിന്റെ സൗമ്യത വഴി കൈയടിച്ച് കിടത്താൻ ഞങ്ങളുടെ സ്വഭാവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മനോഭാവങ്ങളെ സമർപ്പിക്കുന്നു, ഹൃദയവിചാരങ്ങളെ സമർപ്പിക്കുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പേര് ആകാശ് അലക്സാണ്ടർ. ഇത് എൻ്റെ അമ്മ ഫിലോമിന. ഇത് എൻ്റെ ഭാര്യ ഷോബിയ. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നേക്കണേ. ഈ കുടുംബത്തെ സാക്ഷിയായി നിർത്തിയ ദൈവത്തിനും മാതാവിനും ആദ്യം നന്ദി പറയുകയാണ് ഞാൻ. ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. വെറുതെ പള്ളി പോവാ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് നടക്കുക, അതുമാത്രം ഉണ്ടായുള്ളൂ. പക്ഷേ ദൈവത്തിന് മറന്ന് നടന്ന എപ്പോഴാണെങ്കിലും ദൈവം തിരിച്ച് ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം ജനുവരി മാസം അമ്മയ്ക്ക് ബ്ലീഡിങ് തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ബ്ലീഡിങ് ആയിരുന്നു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, 3 മാസം അമ്മയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു. പക്ഷേ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ഏപ്രിൽ മാസം 1-ാം തീയതി അമ്മ കിടന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ഉണ്ടെന്ന്. ഞങ്ങൾക്ക് അപ്പം തന്നെ വിറയൽ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ഏപ്രിൽ 2-ാം തീയതി ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് പോയി. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് 6% ബ്ലഡേ ഉള്ളൂ ശരീരത്തിൽ. ബ്ലഡ് നിൽക്കാണ്ട് പോയിട്ടിരിക്കുകയാണ്. ഇത്രയും മാസം നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് വല്ലാത്ത ചീത്ത പറഞ്ഞു. അതിൻ്റെ കൂടെ ഇനിയൊരു കാര്യം പറഞ്ഞു, അമ്മയ്ക്ക് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയെന്നൊരു വാക്കും പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് വന്നതും ക്യാൻസറാണ്, 3rd സ്റ്റേജാണ് അങ്ങനെയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ടിരുന്നു. അപ്പോഴും ഞാൻ കർത്താവിനെ വിളിച്ചില്ല. ഇങ്ങനെ നടന്നു, എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു കർത്താവിനെ ഞാൻ വിളിച്ചില്ല.
ഹോസ്പിറ്റലല്ലേ, ശരി നോക്കാന്ന് പറഞ്ഞ് 1 മാസം അമ്മ ബെഡിൽ തന്നെയായിരുന്നു. യൂറിൻ ട്യൂബും മോഷനും ഒക്കെ ബെഡിലായിരുന്നു. ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റാവുന്ന കിടപ്പിലായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയാണ്, അമ്മ തിരിച്ച് കിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അതെന്താ നമുക്ക് ഓർക്കാത്തതെന്ന് പറഞ്ഞ് മെയ് മാസം ആ ലാസ്റ്റ് മൂലയിൽ നിന്നാണ് ഞാൻ വെറുതെ ഇരുന്നാണ്, ഉള്ളിലും കൂടി കയറിയില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇരുന്നു, പ്രാർത്ഥിച്ചില്ല. കണ്ണീര് വരാൻ തുടങ്ങി എൻ്റെ മുഖത്തിൽ നിന്ന്. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചും കൂടിയില്ല, പക്ഷെ കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ സംസാരിക്കണ പോലെ സംസാരിച്ചതാ, ഞാൻ എൻ്റെ അമ്മനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം, അപ്പോഴാ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയുള്ളൂ. അങ്ങനെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചതല്ല, സംസാരിച്ചതാ. അടുത്ത ആഴ്ച തന്നെ അമ്മ ബെഡിൽ നിന്ന് ഇറങ്ങി, യൂറിൻ ട്യൂബ് അഴിച്ചെടുത്ത് മാറ്റി. അമ്മയ്ക്ക് ഒരു മാറ്റം എങ്ങനെയാന്ന് വന്നതെന്ന് അപ്പോഴും വന്നില്ല എനിക്ക്. അതിൻ്റെ അടുത്ത ആഴ്ച ഡോക്ടർ വന്ന് പറഞ്ഞാൾ, ഇങ്ങനെ സംഭവിച്ചേ, കിട്ടില്ല എന്ന് പറഞ്ഞ ആൾ എങ്ങനെ എഴുന്നേറ്റ് നടന്നേ എന്ന് പറഞ്ഞ ഡോക്ടർ അതിശയിച്ചു. 6% ബ്ലഡ് ഉണ്ടായ ശരീരത്തിൽ ഇപ്പോൾ 9%. എങ്ങനെ പറ്റി എന്ന് പറഞ്ഞ ഒരു ഇത്. അപ്പോൾ അടുത്ത മാസം തന്നെ ഞാൻ ജൂൺ മാസം 24-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടെ അമ്മനെ വിളിച്ചിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് മാതാവ് എനിക്ക് തന്ന തിരിച്ചടിയാണ്. ഞാൻ കർത്താവിനെയും മാതാവിനെയും മറന്നു എന്ന് പറഞ്ഞ ഒരു തിരിച്ചടിയാണ്. ഞാൻ അമ്മനെ ഇവിടെ നേരെ വിളിച്ചിട്ട് വന്നു, ഉടമ്പടി എടുത്തു, അച്ഛനോട് നിർത്തി പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ അടുത്ത മാസം തന്നെ വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ഒറ്റ ഗുളികയും മരുന്നും ഞാൻ കൊടുത്തില്ല. അമ്മയ്ക്ക് ഈ ഉപ്പും തേനും തൈലവും ഒക്കെ യൂസ് ചെയ്ത് ഞാൻ അമ്മനെ നോക്കി, അമ്മനെ കൂടെ ഇരുന്ന് നോക്കി. അതിൻ്റെ 3 മാസം കഴിഞ്ഞ് പുതുക്കാൻ വരുമ്പോൾ അമ്മയ്ക്ക് പുതുക്കിയിട്ട് ഞാൻ പോയപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മയുടെ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ പെറ്റ് സ്കാനിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ശരിക്കും മാതാവും നല്ല തൊട്ടതാണ്, അമ്മനെയും ഞങ്ങളെ കുടുംബത്തെയും നല്ല തൊട്ടതാണ്. ഞങ്ങൾ വിശ്വാസം ഇല്ലാണ്ടിരുന്ന ഞങ്ങളെ ഇപ്പോൾ വിശ്വാസത്തോട് വീട്ടിൽ മുടങ്ങാണ്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ആരാധനയിലും പങ്കെടുക്കുന്നുണ്ട്, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ 11% ബ്ലഡ് ഉണ്ട്. അമ്മ ഇപ്പോഴും ഗുളികയും മരുന്നും ഒന്നും കഴിക്കണില്ല. ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മനെ കൊണ്ടുവന്ന് 2 വാക്ക് പ്രാർത്ഥിപ്പിക്കാം. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ஆனால் എൻ്റെ പ്രാർത്ഥന 36 കൊല്ലം കൊണ്ട് മുൻപ് തുടങ്ങിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ മകൻ എപ്പോഴും ഉണ്ടാവില്ല, എന്നാലും എനിക്കെൻ്റെ ഒരാശ അവർ പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ആരംഭത്തിൽ തുടങ്ങി എന്നെ ഓരോ പടിയെ എന്നെ കൂട്ടി വിട്ട് വന്നേക്കണ കർത്താവ്. ആ സമയത്തും എൻ്റെ കൊന്ത പോകുമ്പോഴും വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കൊന്തയുണ്ട്. ആ പ്രാർത്ഥനയിലും മാതാവുണ്ട്. അങ്ങനെ പോയിട്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ 2 പേരും പങ്കെടുക്കണില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ പറഞ്ഞൊക്കെ നോക്കി, പക്ഷേ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരടയാളം കാണിച്ചു കൊടുത്തതാണെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അതുമല്ല, ഞാൻ 1 മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ കിടന്ന് 1 മാസം കഴിയാറായപ്പോഴേക്കും എനിക്ക് ആരും ഇല്ലാത്ത ഒരു സമയത്തിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും എൻ്റെ അടുത്ത് വന്നു. അവരെൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, എല്ലാം നേഴ്സാണ് പറഞ്ഞത്. അപ്പം തന്നെ ഡോക്ടർ നേഴ്സോട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന് വാർഡ് മാറ്റിയിട്ട് അവിടെ കിടത്ത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയി.
അതിനുശേഷം വാർഡ് മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്കാൻ എടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് മോനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും മാതാവാണ് വന്നേക്കണതൊന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നോക്കിക്കോളാം എന്നൊരു വാക്ക് എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന്. ഇനിയൊന്ന് ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഇത്രയും കൊല്ലങ്ങളും ഇപ്പോഴും ഇന്നും അത് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റിരുന്ന് മണിക്കൂറോളം പ്രാർത്ഥിക്കും ഞാൻ. ആ ഇടത്തിലും മക്കളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. അപ്പോൾ അവർ അതിനുശേഷം ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് 3 മാസത്തിന് മുമ്പ് വന്ന് ഉടമ്പടി പുതുപ്പിക്കാൻ വന്നപ്പോൾ അതിന് ശേഷമാണ് ഇവർ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അത് ഇംഗ്ലീഷിലുള്ള ഇതായിരുന്നാലും മലയാളത്തിലായിരുന്നാലും മംഗ്ലീഷ് എന്ന് പറഞ്ഞ മാതിരി ഒരു ബുക്ക് വാങ്ങിച്ച് അവർ തന്നെ പ്രാർത്ഥിക്കാൻ സമയമായി കഴിയുമ്പോൾ അമ്മ വാ നമുക്ക് പ്രാർത്ഥന എത്തിക്കുക എന്നും പറഞ്ഞിട്ട് വിളിക്കണ അളവുക്ക് അവർ വന്നിട്ടുണ്ട്. എനിക്കിനി പറയാനുള്ളത്, എൻ്റെ കൂടെ നിന്ന് എന്നെ നോക്കാനായിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കണം. ഞാൻ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. 3 ആൾ താങ്ങിയാലേ പിടിക്കാൻ പറ്റും, നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന എന്നെ മകനും മോളും 2 പേരും കൂടി ചേർന്ന് രണ്ടുപേരുടെ ജോലി റിസൈൻ ചെയ്തും കൊണ്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ പരിപാലിച്ച് എന്നെ കൂട്ടിയിട്ടിരുന്ന് ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് അവർ 2 പേരും പ്രയത്നിക്കുകയാണ്. മാതാവിന് ഞങ്ങളുടെ കൂടെയുണ്ട്. ആ മാതാവിന് ഞങ്ങൾ കോടി നന്ദി പറയാനും തീരില്ല. കർത്താവിനും അങ്ങനെ തന്നെ. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭത്തിൽ തുടങ്ങി, ഇപ്പോൾ മോൻ ജനിച്ചപ്പോൾ തുടങ്ങിയുള്ളത് എന്ന് പറയാം. ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അവന് ഡ്രസ്സും കേക്കും എന്ത് സാധനം വാങ്ങിക്കണ കാശുണ്ടായിരുന്നു. അവനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ കാശ് എടുത്ത് വെച്ച് അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് എല്ലാ കൊല്ലവും ചെയ്യും. അവർക്കിടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ വരും. അതാണ് മകൻ്റെ ബർത്ത്ഡേയുടെ ഫങ്ഷൻ ഒരു ആശീർവാദം. അതേമാതിരി തന്നെ ഇപ്പോഴും ഞങ്ങൾ ഒരു 10 പേർക്കെങ്കിൽ 10 പേർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. പിന്നെ ചർച്ചിൽ പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണമാക്കി കൊടുക്കാൻ അരി വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതേമാതിരി തന്നെ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളും ആശുപത്രിയിലും എല്ലായിടത്തിലും കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ വഴി നടത്തി കാത്തു വരുവാഴ്ച കൊണ്ടുവരുന്ന ദൈവം തമ്പുരാനും കർത്താവ് യേശുവിനും ഞങ്ങളുടെ മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച മാതാവിനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യമേ തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നികിത പോൾ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അമ്പുനാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ 2024 BSc നഴ്സിംഗ് എയിംസ് ന്യൂഡൽഹിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. ഞാൻ എയിംസിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ള റിട്ടേൺ എക്സാം 180ാമത്തെ റാങ്കോട് കൂടി ഞാൻ പാസ്സായി. 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആയിരുന്നു. സ്കിൽ ടെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ. അങ്ങനെ സ്കിൽ ടെസ്റ്റ് വളരെ മോശം എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം റിട്ടേൺ ടെസ്റ്റ് ഭയങ്കര നല്ല റാങ്കോട് കൂടി പാസ്സാവുകയും ജസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്യേണ്ട സ്കിൽ ടെസ്റ്റ് ഞാൻ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയിംസിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ എയിംസിൽ പഠിച്ച് ഇറങ്ങിയവർക്ക് അവിടെ കോൺട്രാക്ച്വൽ ജോബിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ആ ആഴ്ച തന്നെ എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് ഞാൻ ഡൽഹിയിലേക്ക് പോയി കോൺട്രാക്ച്വൽ ജോബിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഉടമ്പടിയിലുള്ള ജീവിതപ്രകാരം എനിക്ക് ജീവിക്കാനൊന്നും സാധിച്ചില്ല.
ഞാൻ നന്നായി ഉഴപ്പിയെന്ന് ഞാൻ പറയാം. അങ്ങനെ ജോലിയും അടുത്ത എയിംസിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ട പഠനവും രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ജോബ് ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിൽ മെയിൽ വന്നു. ആ ആഴ്ചയിൽ തന്നെ ഞാനും മമ്മിയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. 2025 മെയ് 26 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ദിവസേന ദിവ്യബലി കൂടും. പിന്നെ രാവിലെ 5:30 പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കേൾക്കും. അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഇന്ന് 43-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വെളിച്ചം തരുമെന്ന് ഒരു ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഞാൻ തിരുവചനം, ബൈബിള് ഞാൻ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബൈബിള്. എനിക്ക് കിട്ടുന്ന സമയം, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്താണ് ആദ്യം വായിക്കുന്നത്. അങ്ങനെ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം 2 സ്റ്റേജായിട്ടാണ്. ഒന്ന് പ്രിലിമിനറി എക്സാമും 2 മെയിൻസ് എക്സാമും. എനിക്ക് 2 എക്സാമിനും എനിക്ക് കിട്ടിയത്, ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് എക്സാമിന് പോകുമ്പോൾ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ 2 എക്സാമിൻ്റെ സെൻറ്ററും മാതാവിൻ്റെ പേരിലുള്ള സെൻറ്ററായിരുന്നു. അങ്ങനെ പ്രിലിമിനറി എക്സാം നല്ല പെർസെൻറ്റേജോട് കൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് മൊത്തം എൻ്റെ ഫുൾ ടോപ്പിക്സ് ഒന്നും എനിക്ക് കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഞാൻ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കുകളിലും ഞാൻ തേക്കുമായിരുന്നു. കൂടാതെ ഉപ്പും എൻ്റെ ബുക്കിൻ്റെ പേജുകളിൽ ഞാൻ വിതറി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം വന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മെയിൻസ് എക്സാം നമുക്ക് 45 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 160 ക്വസ്റ്റ്യൻസാണ് മൊത്തം വരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാമിൻ്റെ മൊത്തത്തിൽ. ആക്ച്വലി എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. എക്സാം ഏകദേശം തീരാറായി. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, മാതാവ്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നീ എന്തുകൊണ്ട് എൻ്റെ എക്സാം ഇത്ര ടഫാക്കി തന്നു? എനിക്ക് ഭയങ്കര, കാരണം ജോലിയെല്ലാം റിസൈൻ ചെയ്ത് വന്നാണ് ഞാൻ പഠിക്കാൻ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. ഒരു 1 മിനിറ്റിനുള്ളിൽ എൻ്റെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോയി. ഞാൻ പേടിച്ചു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ബാക്കി എല്ലാവരുടെ സിസ്റ്റം ഓണാണ്, എൻ്റെ മാത്രം സിസ്റ്റം ഓഫായിപ്പോയി. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത 160 ക്വസ്റ്റ്യൻസും സേവ് ചെയ്തത് പോയിട്ടുണ്ടാകുമോ, അതായിരുന്നു എൻ്റെ ആകെയുള്ള ടെൻഷൻ. ഒരു 10 to 15 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റം ഓണായി. ദൈവഭാഗ്യത്തിൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം ടഫായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയായി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാർക്കായിരുന്നു മൊത്തം ഹോപ്പ്. ഞാൻ അന്ന് വൈകിട്ട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു 10-20 മിസ് കോള്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എക്സാം? എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ റിസൾട്ട് നോക്കി. എനിക്ക് വളരെ നല്ലൊരു റാങ്ക്. ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ ഇത്ര റാങ്കിനുള്ളിൽ കയറിയാൽ മാത്രമാണ് നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. വേറെ റിസർവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല റാങ്കും എൻ്റെ റാങ്കിൽ 7 എന്ന ഉള്ള ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ
ഇത് മാതാവ് എനിക്ക് തന്നതാണ് എന്ന വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓപ്ഷൻസ് എല്ലാം ചൂസ് ചെയ്തു. ഡൽഹിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ഡൽഹിയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വീടിനോട് കൂടുതൽ അടുത്ത് സൗത്ത് ഇന്ത്യയിലുള്ളൊരു എയിംസ് ചൂസ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ വെച്ചതിൽ എൻ്റെ തേർഡ് ഓപ്ഷനായ എയിംസ് മംഗളഗിരി, അതായത് ആന്ധ്രയിലുള്ള എയിംസ്, എനിക്കിഷ്ടപ്പെട്ട ഒരു എയിംസ് ആയിരുന്നു. എനിക്ക് അവിടെ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ ജനുവരി 1 എനിക്ക് ലഭിച്ചു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തന്ന ദൈവത്തിനും തിരുക്കുമാരനും മാതാവിനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വരുന്നിരുന്നത്, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന പത്രങ്ങൾ എന്നിൽ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് മറ്റ് അക്രൈസ്തവരായുള്ള ആളുകളിലേക്കാണ്. അധികമൊന്നും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തു വരുന്നിരുന്നത്, ഞാൻ പൊതിച്ചോറിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നഴ്സായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തതുകൊണ്ടും എൻ്റെ മുൻപിൽ വരുന്ന രോഗികൾക്ക് എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളും നല്ല രീതിയിലുള്ള ശുശ്രൂഷ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൃദ്ധസദനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്ന ദൈവത്തിനും മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.